പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം പകൽക്കാലം ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെ നമ്മളെ തന്നെ സമർപ്പിച്ചു ദൈവസാന്നിധ്യത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലായ കുറവുകൾ, ബലഹീനതകൾ, അങ്ങയുടെ സാന്നിധ്യത്തിന് തടസ്സമായതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം മാറ്റി നിന്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അവനൊരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകേണ്ടതിന്, ദൈവവചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ കൃപ അനുഭവിക്കുവാൻ, അങ്ങേ അനുഭവിക്കുവാൻ കർത്താവ് ഒരു ദാഹത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദാഹത്തെ ജീവജല നദിയാൽ കർത്താവേ അപ്പാ ഒരിക്കലും കർത്താവെ ദാഹിക്കാത്തവണ്ണം ഒരു പരിശുദ്ധാത്മാവിന്റെ അമേൻ വെള്ളത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം, ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളെ ഒന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ഒരുക്കണമേ. നിങ്ങളുടെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. നിങ്ങളുടെ പാടുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വചന ശുശ്രൂഷയിലൊക്കെയും കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക വചനം, സ്വർഗീയ ആലോചനകൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്തോഷത്തോടെ ദൈവം കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ആ പ്രാർത്ഥനയോടുകൂടെ നമുക്കുമായിരിക്കാം. ഹല്ലേലൂയ. വചനത്തിലുള്ളതുപോലെ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മളോട് മടുത്തു വരും. ഈ കാലം ഹല്ലേലൂയ. പുതിയ കൃപയ്ക്കായി, പുതിയ ശക്തിക്കായി ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിലൊക്കെ അടുത്ത് ചെല്ലാം. ആമേൻ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം la
എന്നുള്ളമേ സ്തുതിക്ക നീ പറയണേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ എന്നുള്ളമേ സ്തുതിക്ക നീ പറയണേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോ Oh
നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പാടിയതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയോട്, ദൈവസന്നിധിയിലുള്ള വിശുദ്ധിയോട്, പരമാർത്ഥതയോട് നമ്മൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നുള്ളവേ നാം ദൈവത്തെ സ്തുതിക്കാം. പല ശോധനകൾ ദൈവസന്നിധിയിൽ നമ്മുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം മുതൽ തന്നെ, നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പാട്ടിൽ കൂടി ദൈവം നമ്മോട് സംസാരിച്ചു. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് ഉണർത്തി. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം നമ്മെ വീണ്ടും കൂട്ടിവരുത്തി. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പരമാർത്ഥമായ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത ഉപകാരങ്ങളെ കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്ന സമയമാണ്. ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും, വചന ശുശ്രൂഷയിലും, സാക്ഷ്യങ്ങളിലും, പ്രാർത്ഥനയിലും എല്ലാം നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഓരോ ശുശ്രൂഷയും ചെയ്യുവാൻ ദൈവം ശക്തീകരിക്കേണ്ടുന്നതിന്, ദൈവം തന്നെ സകലതും നിയന്ത്രിക്കേണ്ടുന്നതിന് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ഈ സമയത്ത് 2 പേർക്ക് ആരാധന അനുഗ്രഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. Praise God. Hallelujah. Thank you, Jesus. We praise you, God. Glory to God. Praise the name of Jesus. Hallelujah. Praise the name of Jesus. ദൈവമേ, അവിടുത്തെ സന്നിധിയിലോട്ട് കടന്നു വരുവാൻ, ഭയത്തോട് ദൈവസന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവടികളെ ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ അടികളുടെ കുറവുകളൊന്നും ഓർക്കല്ലേ അപ്പാ, അടിയുടെ കുറ്റങ്ങളൊന്നും ഓർക്കല്ലേ അപ്പച്ചാ. ദോഷമായ അടികളെ ഓരോ ദിവസവും കൺമണി പോലെ പരിപാലിക്കുന്നവർ എൺമനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ വിശ്വാമത്തെ വാഴ്ത്തുക. എൺമനമേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും വാഴ്ത്തുവാൻ ഇടയാക്കാതെ കർത്താവിൽ ആശ്രയിച്ചത് മുന്നേറുവാൻ സ്വർഗത്തിലെ അപ്പസാവിനെ അടികളെ ഇടയാക്കുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം അടികൾ വീണ്ടും ആരോഗ്യത്തോട് ഭവനത്ത് ആയിരുന്ന സ്ഥാനത്ത് ദൈവങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ, വീണ്ടും ഒരു ദിവസം കൂടെ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം രോഗികളായി ദുഃഖിതരായി പല ഭവനങ്ങളായിരിക്കുമ്പോൾ ദൈവങ്ങളുടെ ആയുസ്സും ആരോഗ്യം വിലത്തിലുമായിട്ട് നന്ദിയോടെ സ്തോത്രപ്പാ. അടിങ്ങളുടെ കുറവുകളൊന്നും ഓർക്കല്ലേ, അടിങ്ങളുടെ ഓർക്കല്ലേ കർത്താവേ. അടികൾ വിശുദ്ധിയോടെ അപ്പച്ചന്റെ ആരാധിപ്പാൻ ദൈവങ്ങളെ ഒരുക്കിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ ചോദിക്കുന്നപ്പാ. നിന്റെ കരുണയടികളെ നടത്തിയല്ലോ, അടികളെ പരിപാലിച്ചല്ലോ കർത്താവേ. നിന്റെ മക്കളായിരിക്കുന്നിടത്തല്ല ദൈവത്തിന്റെ കൃപ കൂടിയുന്നതോർത്ത് നന്ദിയോടെ കർത്താവേ. അഞ്ചരാഴ്ചക്കാലം എന്റെ കുഞ്ഞുങ്ങൾ പലയിടങ്ങൾ യാത്ര ചെയ്യും. അവിടേക്ക് എന്റെ ദൈവത്തിന്റെ കൃപ കൂടുന്നല്ലോ. ജോലിയിടങ്ങൾ കർത്താവിന് കൃപ കൂടുന്നല്ലോ. വാഹനത്തോടെ കർത്താവ് പരിപാലിച്ചല്ലോ. അവരായിരിക്കുന്ന എല്ലാ ഇടത്തും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവങ്ങൾക്കായി സ്തോത്രം കർത്താവേ. നിങ്ങൾ സഭയോത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി യാചിക്കുന്ന നാളാ അനേകർ കടന്നു
എന്റെ ദൈവത്തിന്റെ കാര്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അടിയങ്ങൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമായ ഒരു കുറവ് ഓർക്കല്ലേ കർത്താവേ. എല്ലാ കുടുംബങ്ങളെ കർത്താവ് വീടും വീടും ദൈവസന്നിധി വെക്കുന്ന കർത്താവേ. ഇന്ന് ആരാധനയൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിച്ചാൽ കർത്താവേ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ. ആർക്കും കർത്താവേ ഭാരത്തോട് ദുഃഖത്തോട് കടന്നു പോകാൻ ഇടയാക്കാതെ സന്തോഷത്തോട് കടന്നു പോകുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും സൂക്ഷിച്ചാട്ട് മനോമഹത്വം എടുത്താട്ട് സകല യേശുവിന്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണ്. Praise you, thank you, Jesus, for your presence. We thank you for your anointing of the Holy Spirit. Glory to God, glory to God. Praise you, Jesus. Yes, Lord. Hallelujah. Praise you, Amen. Hallelujah. Amen. Amen. Praise the name of Jesus. Hallelujah. Praise God. Praise you, Jesus. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 19-ാം സങ്കീർത്തനം വാക്യമായിട്ട് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalms 19. We're going to read that responsively, and I am reading it in Malayalam. And those who only have English, you can read in English. I read the first words, and you read the second words, and going like that. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യൻ. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അടുത്ത വാക്യം ചേർന്ന് വായിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. നമുക്ക് ദൈവത്തോട് ഒരു വാക്ക് കൂടി, നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള ഒരു വാക്ക് ദൈവസന്നിധിയിൽ അർപ്പിച്ചു. കർത്താവ് നമ്മെ സഹായിച്ചു. അവന്റെ കൽപ്പനകളാൽ അവൻ നമ്മെ നടത്തി. അവന്റെ നേരുള്ള വിധികളാൽ അവൻ നമ്മെ നയിച്ചു. കർത്താവിന്റെ സത്യപ്രമാണങ്ങൾ അറിയുവാൻ അവൻ നമ്മെ സഹായിച്ചു. അവയിൽ കൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവേ, അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും ഉപകാരങ്ങൾക്കും ദൈവസന്നദ്ധിയിൽ ദൈവമക്കളായി തീരുവാനുള്ള അവകാശത്തിനുമായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പാതയിൽ കൂടി ജീവിച്ച് കർത്താവ് അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കുവാൻ, ദൈവത്തിന്റെ പാതകളെ പിന്തുടരുവാൻ, ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ആരാധനയെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
Please be seated in the presence of God. I know we have some guests among us today. I know our Alice Andy is with us. I forgot the name of the sister. Okay, Rachel. Right? Rachel. Thank you. I have not seen her for a while, and I'm sorry that I forgot the name. I did forget. Ammachide പേര് ഓർമ്മയുണ്ട്. Thank you, and it is good to see you here in the house of the Lord again. May God bless us all together in this worship. We also have other honored guests, Brother Caden Graham and Sister Esther, and they have come from Fort Worth, and today we are very excited to have you here with us. And momentarily, Brother Caden is going to speak to us, his testimonies and very inspiring testimony that we will hear. Let us pray for him as he will speak. And today we are not really having a birthday, but when I looked at the calendar, I saw our mama is having a birthday next week, 2 days from Sunday, like Monday, Tuesday. Usually we celebrate it in the following Sunday. That is our normal practice. But since some of our members are traveling and they are not here next week, I thought it would be better to celebrate that day when everybody is together. ഇല്ലേ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്ര മനോഹരമാകുന്നു. That's a new words. And so അതുകൊണ്ട് we're going to celebrate Mama's birthday today. We as a church wish her a very happy. I didn't send you any note, but let's do that on the day of the birthday. We'll send out a note of congratulating and wishing you a happy birthday. ദൈവം ഈ പുതിയ വർഷം വളരെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. നമുക്ക് പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. We will pray for her and we will celebrate her birthday here today. And since we have a testimony here, which I'm giving him a little time, and we have a message coming up. We have other things. Unless anybody have any urgency to say a testimony, anybody have any? What's the word? Praise the Lord. I just want to ask you all for prayers for today. We have a Nothing But Jesus meeting today at 5 o'clock. There will be a baptism, just for anyone that's watching online, completely separate from Compassion Church. It will probably be a little bit controversial, but please pray for us. Pray for the person getting baptized. Actually, it's our stepdaughter, my stepdaughter, Shaitan's daughter. She's getting baptized today. It's a product of many, many years of prayer, something we never ever thought could be possible, to be honest. But the Lord is gracious, has been working in her for a little while. So I thank God for that. Also, I'm so happy to finally meet, well, I haven't met him yet, but I see you. So happy to see Caden. He's been a blessing to our teams and to our family, to our life actually, in just the past few weeks that we've been talking. And I pray that God will give you the grace and the words to say, and you won't be nervous. And then he is moving to California this week, so please keep him in prayer. And also, I haven't met Esther yet, but Esther, God bless you. Thank you. It is Sister Bindu who recommended Brother Caden to come and speak to us, and thank you, and we are looking forward to that. We will pray for the baptism, and may God do whatever is in His will. And I won't be able to join because I have tons of assignments due this evening, and still working on it day and night. This month is, if I get through this month, I am good. And I told several people that I've been working on this program for the last 2 years. This semester is the one that will make me or break me. And it is that a little bit harder, and so I won't be here for that reason. I will be praying for you, and may God continue to bless everyone. In my own mind, God can forgive and save people
from anywhere in the world. And God, that is what God is doing. God is saving people and bringing them into His kingdom. And we all are part of that process. May God bless everyone today. And if no other, just Mama, you talk about it? Okay, so in that case, I'm going to invite our English worship team to come, and after the worship team is finished, you will come and bring your testimony. As we get into the worship for the English worship, I encourage all of you guys just to worship however you feel comfortable, whether that's sitting, that's standing, any way. But in this song, I really just want you guys to just focus on the words and in remembrance. And back in a few months ago when I was struggling with just so many thoughts that the enemy was putting into my mind, I was speaking to the Lord and I was asking, Lord, how did the psalmist encourage himself in you? And I got Psalms chapter 77, and in that framework, it's talking about how he cried out to God in his all day long, how he sought the Lord in the day of trouble, stretching out his hand without ceasing, and he's telling the Lord, Lord, will the Lord cast me off forever? Will he favor me no more? Will his mercy cease forever? And all this overthinking. But then he says later on, and I said, this is my anguish, but I will remember the years of the right hand of the Most High. I will remember the works of the Lord. Surely I will remember your wonders of old. I will also meditate on all your work. And as we get into this song, I just want you to really focus on how faithful he has been on keeping you this far. Like, just praise him and remember how faithful he has been. Praise you. Praise you. Praise the Lord, church. Can we all stand up in God's presence? Sometimes with our lives, we tend to forget just like who God is and what His promises are for us in our lives. So even just kind of as we sing, I wanted us to kind of like how we were saying, just kind of like meditate on the things of that God has promised us. Amen. Hallelujah. Praise you. The Lord bless you and keep you, make His face shine upon you and be gracious to you. The Lord turn His face toward you and give you peace. The Lord bless you and keep you, make His face shine upon you and be gracious to you. The Lord turn His face toward you and give you peace.
Praise the Lord. Hallelujah. You may be seated. Praise. Lord, we love you so much, Lord God. You are worthy, Lord Jesus. We must decrease and you must increase, Lord God. Search our hearts, Lord God, and make them pure so we can see you. Blessed is the pure in heart, for they will see God. Lord, we need you, Lord God. I pray that you'd speak through me, Lord God, and you would get all the glory, Lord Jesus. I thank you, Lord God, that you are here with us, that you're for us. So who can stand against us? Lord, I pray, Lord Jesus, what is in the dark would be brought to the light. Thank you, Jesus, Lord God. Bless these people. Thank you for this opportunity, Lord God. I don't deserve it, but Lord Jesus, you choose to bless us. Thank you, Lord God. In Jesus' name, amen. 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 Hi. My name is Caden Graham. My name is Caden Graham, and thank y'all very much. Thank you for having me. It's a blessing. But I'm going to share some of my testimony. And I thought of something before, like as we were worshiping. And I thought about it last night. There's a story about Moses, and when Moses killed the man, he buried him. A lot of times we bury our sin and we run away. And so maybe there's people in this room that have buried their sin and ran away from it. And I did a lot of that in my life. When I was a little boy, my parents separated. I was probably like 7. So when I was 7, my parents separated. They left each other, and my mom moved in with my dad. My mom left my dad and moved in with a woman. So my mom's still in that place. My dad knew a lot about the Lord, but he wasn't walking with the Lord. He grew up in the church. But I moved in with my mom, and I didn't grow up in church. I would go like Easter and Christmas, but I just didn't grow up in the church. I used to think it was kind of weird when I went. Like when people would stick their hands up and praise God or be on their knees. And now the Lord just completely switched my life around because I just love him so much. But my mom left my dad for a woman, and I grew up in that household. That was probably when I was about 8. When I was 8, I was sexually assaulted multiple times from the person that she moved in with, son. So he was older than me by, I don't know, quite a bit of years. But he sexually assaulted me. That happened multiple times, even to the point where there was money involved in it. He'd be like, take this. I was only a little boy, so I took it. I don't know, like if it would have got me a toy or a candy or something, that was in my mind. But that opened up a lot of doors. Being sexually assaulted, my mind was very twisted, and it opened up so many doors, so many windows. And I've noticed this when you leave something that God has for you, like a man and a woman are meant to be together, and you move into a household with woman and woman, a lot of doors open, a lot of evil enters. And that's what happened. I got sexually assaulted. But I was so twisted being sexually assaulted that I assaulted an animal once when I was a little boy, which happened more than once. And then I shoved all that stuff down, but I started to do other things. Like I hid that, like Moses did. He hid the dude. I hid it. I buried it in the sand, and I ran. But then I got into drugs and drinking, smoking. I would go to people to find fulfillment, and it never fulfilled me. I picture something, and I've talked about it before, but I picture like these 2 giants, and there's a spiritual giant, and there's a giant of the flesh. And so what I was doing was feeding the flesh, and it got really big. And now, praise the Lord, I'm able to feed the spirit. But because I was feeding the flesh so much, when the spirit would try to tell me to stop doing things, like don't drink, don't go hang out with that person, don't talk to that girl, the flesh would pull me, and I would just do what my flesh wanted to do. And then my sophomore year of high school, God encountered me and radically changed my life.
I was so bitter because I buried it all down. I hid it all. And then I heard someone mention it, and then it came back up. And I was like, wow, that actually happened. I thought it was a dream for a little bit. Like what happened, me being sexually assaulted. I thought that was a dream. So I pushed it all the way down. And then I heard someone bring it back up, and everything flooded back to my mind. And I got very angry. I was very angry at this man that did that to me. I didn't get therapy. He got therapy. I didn't get acid. It affected me. Praise Jesus that he's a therapist. But I got real mad, and I was very, very broken. And praise God that he's close to the broken heart. And God met me right there, and his presence came over me. And I was addicted to so many things, drinking, smoking, pornography, all of these things. I was very addicted to. Even there was times where I wasn't really deep in it, but witchcraft a little bit. And then I was able to come into a place where I was like, that doesn't fulfill me. I try to find my security in those things because I didn't have anything to run back to, so I just ran to those things. And that's why it's so important as parents, to make your kids be dependent on the Lord and be a place where you can comfort them instead of push them away. But then my sophomore year, I was like, man, I have to have Jesus. I heard about it. It was really God that, it wasn't an altar call, which it was just an altar call in the middle of my room. Jesus was calling me, so I was like, yes. But it was so refreshing. Once we take from the rivers of living waters, and we're so dry, we take from the rivers of living waters and it refreshes our bodies. And we have to have that. We have to long for his presence. And I was thinking, while y'all were singing in y'all's language, I was like, I don't understand this. But a universal language is God's presence. And I felt his presence. And so I began to ask the Lord to uproot these things in my life. And then so eventually I moved out of my mom's house. I moved in with my grandparents, and my grandparents are mighty warriors of God. So they were praying for me. And that just shows you that prayer has power. I was in a house of a lot of spiritual warfare. The enemy was trying to take me out. My sister too. My sister's now a missionary. But I was doing all these things, and I moved out of my mom's house, and that was like a relief. It was such a blessing. And then I started to get in my word, and I started to get hungry. I started to get on fire for God. I had this fire in my bones, and I had to let it go out. And then God's called me to a place of where I don't know, I feel so rooted in his love. Ephesians 3:17 talks about being deeply rooted in God's love. I mean, exactly what you were talking about. For the Lord to search our hearts. King David was a mighty man of God. And that's where I want to be. I want the Lord to search my heart. Yes. And I want him to show me what it is. Still things, even though God's rooted out certain things, there's still things that we have to work out. And we have to ask the Lord to take it. But yeah, and so the Lord just has done a work. We have a school called Newman International Academy, and the Lord started a Bible study there. I was able to help lead it. It was only 3 people my sophomore year, my junior year was only 3 people, and then my senior year, I just graduated from high school. There was 20 to 30 people there. And it's all him. The more and more we humble ourselves, the more and more his Spirit moves. Yes. Amen. And so it was such a blessing. Yeah. And another thing too, blessed is the ones who mourn, for they will be comforted. I think as a church and just as a people, we have to realize that we're broken. Yes. And we're in need of a Savior. And so if we cry out for repentance, we ask the Lord, forgive us. I constantly have to ask for forgiveness. I might think away. I might say something rude. I might think something rude. Because I don't want anything to block me from his Spirit. King David was very, very honest with God. Very honest. And so we have to be honest with God. So if there's things in your life that you're hiding, things that might be in the sand, ask the Lord to help you dig it back up.
and tell him to uproot it. Be honest with him. Lord, this is terrible. I don't feel good. I was very honest. I was like, why did this happen to me? But then his presence comforted me. So yeah. Do it. Am I good? Okay. Can I say it? Can I pray? I'd love to. Yeah, sure, Okay. sure, absolutely. I just didn't know what time I'm at, so I didn't want to go over. Yeah. And so, Lord, we just come before you, Lord God, and we humble ourselves, Lord Jesus. Thank you, Jesus. I thank you, Lord God, that you can take something that is so broken and fix it up, Lord Jesus. Amen. Hallelujah. That you are the craftsman, Lord God. When you see something broken, you want to fix it, Lord Jesus. So I pray right now, Lord God, right now we cry out and say, search our heart, O Lord. Amen. Show us the things in our heart, Lord God. Show us those things, Lord God, and allow us to uproot these things. We are in need of you, Lord God. We can do nothing without you, Lord God. Let us abide in you, Lord God, and you in us, so we can bear much fruit, Lord Jesus. Let us be deeply rooted in love. I pray that you bring conviction to all of us, Lord God. Amen. And we would cry out in repentance, Lord God. Yes. Repentance and obedience is when we see breakthrough, Lord Jesus. I thank you, Lord God, how Joshua was obedient. He fell before the commander of the Lord's army. And then he marched around in obedience and saw those walls fall. So I pray that any strongholds over these people's life, over their family's life, Lord God, that they would fall, Lord God, in reverence to the King of Kings and the Lord of Lords. And they would cry out, Hosanna, Hosanna, Son of David. And Lord God, I pray that you move, that the rivers of living waters would flow through us, Lord God. That you, Lord God, are the one that gets the glory, Lord Jesus. We have to humble ourselves before you, Lord God, if we want to see a mighty move, Lord Jesus. Right now, Lord God, we ask for forgiveness on behalf of our nation, on behalf of our friends, on behalf of our friends, and we ask for forgiveness, Lord God, for our families and us, Lord Jesus. We need you. We are in need of a Savior, Lord God. Thank you, Lord Jesus. I pray that you'd speak through Pastor in a mighty way, Lord God. That you'd bring conviction to our hearts. That you open up our eyes, Lord God, to seeing you in new ways, wondrous ways. Thank you for this opportunity, Lord God, to even have a mic in my hand, Lord God. I'm not deserving of your presence, but you still give it to us. You put us in the coat of righteousness, and you put the ring on our finger, and you sacrificed your Son so that we can be saved. And by your blood we are washed. In Jesus' mighty and matchless name I pray. Amen. 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 Praise God, and what a wonderful testimony, word of encouragement. And we live in a world that is broken, and we have no earthly idea what some people are going through in their life. I know when we look at our own life, we should say we are very fortunate because we had the opportunity to be born in a home where godly parents raised us, and we didn't have to go through any of these type of experiences. But he is not the only one who had gone through, and there are still a lot many people are going through such experiences. But the powerful thing is that God is able to break through the life and bring transformation into the lives of people. And I thank God that Christ reached out to Brother Caden and saved him and transformed his life. And now he is transforming him further, that he can become a blessing, a channel of blessing, so that so many others have similar experience or no experiences. He can reach out to those people. May God continue to bless you and train you and transform you and use you in his ministry. Okay? This church will pray for you. At this time, we have the message today. Pastor John Thomas is going to speak to us at the main message. And before we do that, we are going to take an offering, and also our brother Wilson will come and pray for the blessing of the message and other things. Amen.
Everybody's gone. എന്നെ നടത്തും ആ പൊന്നു കരവോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരവോ ഒരു നാളിലും കുറുകിട്ടില്ല. നിൻ ശബ്ദം കേൾക്കുന്ന
Hallelujah. Thank you, Jesus. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹൃദയം മുറുകിയേക്ക് യഹോവ സമീപസ്ഥൻ. Amen. Yes. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Yes. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നുണ്ട്. Yes. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാവിലെ കർത്താവെ ആലയത്തിൽ കടന്നു വന്ന് Yes. നിങ്കിലുള്ള ഭക്തിയോടെ അങ്ങയെ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ, മുക്തപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി സ്തോത്രം. Hallelujah. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. തന്ന എല്ലാ കൃപകൾക്കായും നന്ദി. കടന്നു വന്ന സമയം മുതൽ ദൈവത്തിന്റെ പരിപാലനത്താൽ ഞങ്ങളെ നിർത്തിയല്ലോ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. നല്ല ബൈബിൾ സ്റ്റഡിയിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അത് കർത്താവെ ചെയ്യുവാൻ നിന്റെ മകളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദി. കർത്താവെ നല്ല പാട്ടുകൾ പാടുവാൻ കർത്താവെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ഓരോ പാട്ടിലെ വരികളും ഞങ്ങളുടെ അനുഭവങ്ങളാണ് കർത്താവെ. ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളാണ്. ആ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വീണ്ടും പകരണമേ കർത്താവെ. കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അടിയന്റെ സ്വമേധ പാപങ്ങളെ അകറ്റി അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ കർത്താവെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ അവയവങ്ങളുമായി ഞങ്ങളുടെ ഒരു നിയമം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായെ അടക്കുവാനുള്ള കൃപ തരണം. അധരദ്വാരം കാപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ നല്ല സാക്ഷ്യങ്ങൾക്കായി നന്ദി. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്ന ആമീൻ കേഡൻ ഗ്രഹാമിനെയും സിസ്റ്റർ എസ്തേറിനെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ തരികയും അതിന്റെ കുഞ്ഞുങ്ങളെ നീ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമീൻ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ മകനെ കൊണ്ടുവന്ന വഴികൾ ആമീൻ ഞങ്ങൾ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. അങ്ങയുടെ കണ്ണ് ആർക്കും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ആമീൻ വരും ദിവസങ്ങളിൽ തന്നെ മകനെ ശക്തമായി ഈ പട്ടണത്തിലും അവരായിരിക്കുന്ന ഇടങ്ങളിലും ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. അല്ലേ ഇന്ന് വൈകിട്ട് നടക്കുന്ന ആമീൻ കർത്താവെ സ്നാന ശുശ്രൂഷ നിന്റെ കരങ്ങളിൽ തരുന്നു. സിസ്റ്റർ ഗാബിയെ നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവെ. നിന്റെ മകൾ ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്ന അങ്ങനെ തന്നെയാണല്ലോ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ ആമീൻ കർത്താവെ ഹല്ലേലൂയ ധരിക്കുന്നതാണല്ലോ സ്നാനത്തിലായി ഞങ്ങൾ കാണുന്നത്. ആമീൻ കർത്താവിനോട് അനുരൂപപ്പെടുവാൻ അവന്റെ മരണത്തോട് ഏകീഭവിക്കുവാനുള്ള കൃപ സിസ്റ്റർ ഗാബിക്ക് കൊടുക്കണം. അത് കർത്താവെ ചെയ്യുവാൻ കർത്താവെ സിസ്റ്റർ ബിന്ദുവിനെ നീ അധികാരപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ആദ്യ അവസാനം അങ്ങയുടെ സാന്നിധ്യത്താല് ആമീൻ ആ സ്നാന ശുശ്രൂഷയിൽ ഉണ്ടാകണമേ. ചുറ്റും കാവലായി കർത്താവിന്റെ ദൂതന്മാരെ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദി കർത്താവെ. നന്ദി അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അതിലേക്ക് കരങ്ങൾ നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയത്തിനും ഞങ്ങളുടെ മനസ്സിനും ആശ്വാസം തരുന്നതാകട്ടെ. എന്റെ മകനെ നീ അവിടെ നിന്ന് അധികാരപ്പെടുത്തിക്കാട്ട് കർത്താവെ. മാനുഷിക ശബ്ദമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യത്തില് ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് തന്റെ മകളിൽ കൂടി കേൾക്കപ്പെടുന്ന വചനം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാകണം. വരും ദിവസങ്ങളില് ഹല്ലേലൂയ ഞങ്ങളിൽ കൂടി അസാമാന്യമായ ചില പ്രവർത്തികൾ ഈ പട്ടണത്തിൽ നടക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ആ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് അതിന് ആഹ്വാനം തരുന്നതായി തീരണമേ. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആമീൻ പലകമേൽ എഴുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയാണ്. ആരെങ്കിലും ഭാരത്തോടോ വേദനയോടോ ദുഃഖത്തോടോ പുറത്തു പറയുവാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയത്തില് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ എന്റെ കർത്താവ് അവരെ സൗഖ്യമാക്കണം. അവരുടെ മനസ്സിന്റെ മുറിവുകൾ മാറി ഇന്ന് പകൽക്കാലം അവർ സന്തോഷത്തോടെ കടന്നു പോകാനിടയാകണം. ഞങ്ങളുടെ മധ്യയുള്ള എല്ലാ ഗസ്റ്റിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കർത്താവെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളോടൊപ്പം അനുഗ്രഹം പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ Praise God. Hallelujah. Praise the name of Jesus. Hallelujah.
കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തൃദാസനും കുടുംബത്തിനും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യമുള്ളവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു വിശുദ്ധ സഭായോഗത്തിൻ്റെ ഭാഗമാകുവാൻ കർത്താവ് അവസരം നൽകിയതിൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് നമ്മുടെ ആരാധനയുടെ തുടക്കം മുതൽ സൺഡേ സ്കൂൾ പഠനം മുതൽ ഈ സമയം വരെ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടായി. വിവിധ നിരകളിൽ വിവിധ ശുശ്രൂഷകളിൽ പങ്കുകാരാകുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിച്ചുവല്ലോ. തുടർന്ന് അല്പസമയം കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അനുഗ്രഹീതമായ ഒരു സന്ദേശം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് ബഹുമാന്യ കർത്തൃദാസനിലൂടെ ശ്രമിപ്പാൻ കർത്താവ് അവസരം നൽകി. ഓരോ കർത്തൃമേശയുടെയും സമാപന സന്ദേശം എന്നുള്ളത് നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കണം. കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കണം എന്ന ഒരു നിയോഗം, ഉദ്യോഗം ഓരോ പങ്കുകാരെയും പരമേൽപ്പിക്കുന്നു എന്ന് നമുക്ക് ആ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വെറുതെ അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് ഓഹരിക്കാരായി ആരാധന കഴിഞ്ഞ് നമ്മൾ മടങ്ങുകയല്ല, ഒരു നിയോഗം ഏറ്റെടുത്ത് നമ്മൾ മടങ്ങുകയാണ്. ആ നിയോഗത്തിൻ്റെ നിവർത്തീകരണമായിരുന്നു ഗസയിൽ ഫിലിപ്പോസിൽ കൂടി നാം കണ്ടത്. യേശുവിൻ്റെ ക്രൂശ് മരണം യെശയ്യാ പ്രവാചകനിലൂടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സവിസ്തരം എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചു. ഉടനെ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേറ്റു. തൊട്ടു മുമ്പുള്ളതായ ഞായറാഴ്ച നാം കേട്ടതായ ദൈവവചനം, അവൾ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. ഇന്ന് കർത്താവിനെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൂത് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 17-ാമത്തെ വാക്യം. The Gospel according to Luke chapter 24 verse 17, the last part of verse 17. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ മതി. സ്തോത്രം. 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്നത്. അവർ വാടിയ മുഖത്തോടെ നിന്നു. And they came to a stop looking sad. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ തലവാചകം, the title of my message, the Lord who seeks the withered. വാടിപ്പോയവരെ തേടി ചെല്ലുന്ന കർത്താവ്. സ്തോത്രം. ഒന്നുകൂടി, വാടിപ്പോയവരെ തേടി ചെല്ലുന്ന കർത്താവ്. സ്തോത്രം. ഉയർപ്പിൻ്റെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിയാതെ രാവിലെ യെരുശലേമിൽ നിന്നും 7 മൈൽ ദൂരം, 11 കിലോമീറ്റർ ദൂരമുള്ള എമ്മൗസിലേക്ക് വഴി പോകയിൽ ഉയർത്തെഴുന്നേറ്റ യേശു 2 ശിഷ്യരെ കണ്ടുമുട്ടുന്നു. അവൻ ഒരുവൻ്റെ പേര് ക്ലയോപ്പാവ്, മറ്റവൻ്റെ പേര് അവിടെ എഴുതിയിട്ടില്ല. മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ, ശാരീരിക രോഗങ്ങളെക്കാൾ, കഷ്ടങ്ങളെക്കാൾ വലുതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. 7 മൈൽ യാത്ര ചെയ്യുവാനുള്ള ശരീരബലം ഇവർക്കുണ്ടായിരുന്നു എങ്കിലും ഇവർ മനസ്സുകൊണ്ട് വളരെ തളർന്ന് ക്ഷീണിതരായിരുന്നു എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴാണ് ഒരു മനുഷ്യ മനസ്സ് വാടി തളർന്നു പോകുന്നത്? ഒന്ന്, എ ടൈം
when a dream died. ഒരു സ്വപ്നം, ഒരു പ്രതീക്ഷ സാക്ഷാത്കരിക്കാതെ പോകുമ്പോൾ മനസ്സ് വാടി തളർന്നു പോകും. 2, prayer seemed unanswered. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് തോന്നുമ്പോൾ മനസ്സ് വാടിപ്പോകുന്നു. 3, ലൈഫ് സിംപ്ലി ഷാറ്റേഡ് എക്സ്പെക്ടേഷൻസ്. ജീവിതം പ്രതീക്ഷകളെ തകർത്തു എന്ന് തോന്നിയ നിമിഷങ്ങൾ. This is exactly we find Cleopas and his companion in Luke chapter 24. ഈ ദിവസത്തെക്കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ലായിരുന്നു. വെള്ളിയാഴ്ച വരെയുള്ള അറിവ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവരുടെ ജനതയെ വീണ്ടെടുക്കുവാൻ ഒരു മശികയായി വെളിപ്പെട്ടവൻ വെള്ളിയാഴ്ച മരിച്ചു, അടക്കപ്പെട്ടു എന്ന് മാത്രമേ അവർക്ക് അറിവുള്ളായിരുന്നു. 17-ാം വാക്യം നമുക്ക് നൽകി തരുന്നതായ സന്ദേശം അവരുടെ വൈകാരികമായ അവസ്ഥയാണ്. അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. They stood still looking sad. അവർ വാടിയ മുഖത്തോടെ നിന്നു. സ്തോത്രം. ഈ നിൽപ്പിൽ ഇവരെ നാം കാണുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1, they were spiritually spent. അവർ ആത്മീകമായി ഇല്ലാതെയായി തീർന്നു. 2, they were emotionally drained. വൈകാരികമായി അവർ തളർന്നു കഴിഞ്ഞു. 3, they were profoundly broken. അവർ ആഴത്തിൽ തകർന്നുപോയി. അങ്ങനെയുള്ള 2 പേരെ യേശു അഭിമുഖീകരിക്കുന്നതായിട്ടാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. അവരുടെ എങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് യേശു അവരെ അഭിമുഖീകരിച്ചത്? The Lord met them in their reality. നമ്മുടെ യാഥാർത്ഥ്യത്തിൽ, നമ്മുടെ ഉള്ള അവസ്ഥയിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാമും സേവിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ സംസാരിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു എന്ന് കാണുവാനായി സാധിക്കും. അവർ ജീവിതത്തിൽ കടന്നു പോകുന്ന പശ്ചാത്തലം, അവരുടെ സാഹചര്യത്തിൽ അവരോട് ചേർന്ന് നിൽപ്പാൻ മനസ്സ് കാണിച്ചതായ ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. 16-ാം വാക്യം, വേഴ്സ് 16, അവരുടെ കാഴ്ച മങ്ങിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. When we are worried, our visions get clouded. They were so blinded by their grief and they did not realize the very answer to their sorrow was walking right beside them. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്ന പരിഹാരകൻ അവരോട് ചേർന്ന് നിൽപ്പുണ്ട് എന്ന് അവരറിഞ്ഞിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും വേദനകളും അവരുടെ കണ്ണുകളെ, അവരുടെ ഹൃദയദൃഷ്ടികളെ ഇരുട്ടാക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് എത്രയധികം ആശ്വാസം പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. 17-ാം വാക്യത്തിൽ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്താണ്? സ്തോത്രം. യേശുവിന് അറിയാഞ്ഞിട്ടല്ലായിരുന്നു, അറിഞ്ഞുകൊണ്ടാണ്. എങ്കിലും അവരെ കൊണ്ട് പറയിക്കണം. അവരെ കൊണ്ട് പറയിക്കുന്നതിൽ എന്താണ് യേശു ആഗ്രഹിച്ചത്? യേശുവിന്റെ മുൻപാകെ അവരുടെ ഹൃദയം പകരേണം. അവരുടെ മനസ്സിന്റെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സങ്കടങ്ങൾ യേശുവിന്റെ മുൻപാകെ പകരണം. ഓരോ ആരാധനയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ പകരുവാനാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ, നുറുക്കങ്ങൾ പകരുവാനാണ്. നിശ്ചയമായും നാം കർത്താവിനെ അറിയിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമതായി നാം കാണുന്നത്, the Lord reframes their story through his word.
അവരുടെ ജീവിതത്തിന്റെ കഥകൾ, അവരുടെ പ്രശ്നങ്ങൾ, സ്തോത്രം, വചനം കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവ് തന്റെ വചനത്തിലൂടെ അവരെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്നും എന്നും ഓരോ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ കർത്താവുമായി നാം പങ്കുവയ്ക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ദൈവഭൃത്യന്മാരിൽ കൂടി, ദൈവദാസന്മാരിൽ കൂടി, ദൈവജനത്തിൽ കൂടിയൊക്കെ ദൈവം നമുക്ക് നൽകിത്തരുന്ന ആലോചനകൾ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മെ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്നിന്റെ നമ്മുടെ സാക്ഷ്യമാണ്, ഇന്നിന്റെ നമ്മുടെ അനുഭവമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മാവ് ഉള്ളിൽ വിഷാദിക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകളേക്കാൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിക്കുവാൻ ദൈവത്തിന്റെ നിത്യവും മാറാത്തതുമായ വചനമാണ് നമുക്ക് ആവശ്യം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നതായ ഒരുപാട് ചിന്തകൾ, മഹാരഥന്മാരുടെ കോട്ടിങ്സ്, പോസിറ്റീവ് തിങ്കിങ്സ് ഒക്കെ നമുക്ക് ലഭിക്കും. അതൊക്കെ ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ. എന്നും എക്കാലവും നമ്മെ പിടിച്ചു നിർത്തുന്നത്, ഉറപ്പിച്ചു നിർത്തുന്നത് ഈ പുസ്തകമാണ്, ഈ വചനമാണ്. അതുകൊണ്ട് നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഈ പുസ്തകം ചുമന്ന് നാം ഈ ആലയത്തിലേക്ക് വന്നു. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഇന്ന് ജീവിക്കുന്ന എന്റെ ഇന്നിന്റെ സാഹചര്യത്തിൽ കർത്താവ് എന്നോട് സംസാരിപ്പാനുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ചുമന്നുകൊണ്ട് നാം ഈ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമതായി, the Lord restores their strength in fellowship. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ അവരുടെ ബലം തിരികെ പ്രാപിക്കുന്നു. അവരുടെ നഷ്ടപ്പെട്ടു പോയതായ പ്രതീക്ഷകൾ, നഷ്ടപ്പെട്ട പ്രതീക്ഷകളെല്ലാം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നോക്കണമേ. യേശു ഇവരെ വിട്ട് അല്പം മുൻപോട്ട് പോകുവാനായി എത്തിച്ചപ്പോൾ യേശുവിനോട് ഇവർ പറഞ്ഞു, പോകരുത്, ഞങ്ങളോട് കൂടെ ഇന്ന് പാർക്കണം. അവർ ഭക്ഷിപ്പാനിരുന്നു. യേശു ഭക്ഷണം എടുത്തു, സ്തോത്രം, അപ്പം എടുത്തു എന്നാണ് നാം വായിക്കുന്നത്. നുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ യേശുവിന്റെ കൈത്തലം കാണുവാനായിട്ടിടയായി, ആ മുറിവേറ്റ കരം കാണുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവരുടെ നിരാശയുടെ അന്ധത മാറി, പ്രത്യാശയുടെ കാഴ്ച ലഭിച്ചു. വചനം തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളം കത്തുവാനിടയായി തീർന്നു. അവർ തമ്മിൽ പറഞ്ഞു, ഇവൻ വചനം നമുക്ക് തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തുവാനായിട്ടിടയായി. നമ്മുടെ ആത്മീയ മന്ദതകൾ മാറി, അന്ധതകൾ മാറി, വേദനകൾ മാറി, സങ്കടങ്ങൾ മാറി, അവരുടെ ഉള്ളം കത്തുവാനായിട്ടിടയായി തീർന്നു. From heavy hearts to burning soul. ഭാരമേറിയ ഹൃദയത്തിൽ നിന്നും കത്തുന്ന ഒരു ആത്മാവിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. ഇന്ന് നാം കേൾക്കുന്നതായ തിരുവെഴുത്തുകൾ, വചനങ്ങൾ നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തട്ടെ, നമ്മുടെ ഉള്ളം കത്തുവാനായിട്ടിടയാകട്ടെ. നാം വായിക്കുന്നത്, കർത്താവ് അവരുടെ വഴി തിരിച്ചുവിട്ടു. എപ്പോഴൊക്കെയും നമ്മുടെ വഴികൾ ശരിയല്ലാത്ത പാത എന്ന് ബോധ്യമാകുമ്പോൾ കർത്താവ് അവിടേക്ക് ഇറങ്ങി വന്ന് ദിശ മാറ്റിവിടുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവർ പോകുന്ന വഴി ശരിയല്ല എന്ന് കർത്താവിന് ബോധ്യമായി. കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ വഴി, അവരുടെ റൂട്ട് മാറ്റി. നാം വായിക്കുന്നത്, അന്ന് രാത്രി തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. അവരുടെ മടങ്ങിപ്പോക്കിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമാണ്. യെരൂശലേം എന്ന് പറയുന്നത് പർവ്വത നിരകളുള്ളതായ ഒരു ദേശമാണ്. ആ പർവ്വത നിരകളിലൂടെ ഓടി ഓടി അവർ വേഗത്തിൽ യെരൂശലേമിൽ മടങ്ങിച്ചെന്നു. എന്തിനു വേണ്ടിയാണ്? ഈ അധ്യായത്തിൽ തന്നെ 48-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ഇതിന് സാക്ഷികൾ. You are the witnesses of these things. അവർ മടങ്ങിപ്പോയി. ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങളുടെ നീർന്ന ഹൃദയത്തിന്, വേദനകൾക്ക് പരിഹാരം ലഭിച്ചു. കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്തതായ വചനം ഞങ്ങളുടെ ഉള്ളം കത്തിച്ചു. മുറിവേറ്റ കരം കാണുവാൻ ഞങ്ങൾക്ക് സാധ്യമായി. മടങ്ങി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? കർത്താവിനെ സാക്ഷിപ്പാനായി ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു.
ഓരോ ആരാധനയും കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോകുമ്പോൾ നാം ആരാകുന്നു? നാം കർത്താവിന്റെ സാക്ഷികളാകുന്നു. വെറുതെ നിർമ്മിത കഥകളെ പ്രസംഗിക്കുന്നവരല്ല, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്. ഹല്ലേലൂയ. മാനുഷികമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഇടത്ത് ഒരു കാഴ്ചയിലൂടെ, തിരുവചനം തെളിയിച്ചു തന്നതിലൂടെ അവരുടെ സങ്കടങ്ങൾ മാറി ഉള്ളം കത്തുവാനിടയായി. ആ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. അവർ കർത്താവിന് സാക്ഷികളായിട്ട്. ഇന്നത്തെ ഈ വചന കേൾവി കഴിഞ്ഞു പോയ കാലങ്ങളെ പോലെയല്ല, അധികമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ ഓരോരുത്തരെയും സഭയായി, കുടുംബങ്ങളായി കർത്താവ് ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട വചനത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളെപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ സഹായം നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സഹായം നമ്മുടെ അടുത്ത് ഉണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല ഭാരങ്ങൾ, പല പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒക്കെയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ സഹായിക്കും എന്ന് ഉള്ള ഒരു ഉറപ്പേറിയ വചനം ആണ് നാം കേട്ടത്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമുണ്ട്. കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ, കർത്താവിൻ്റെ ക്രൂശ് മരണം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ രക്ഷിപ്പാൻ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന ആ ദൗത്യം മറ്റനേകരിലേക്ക് എത്തിക്കേണ്ടുന്ന ആ ചുമതല ഇന്ന് നാം ഒരു പ്രാവശ്യം കൂടെ നാം കേട്ടു. നമുക്കത് ഏറ്റെടുക്കാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ച് ആരാധിച്ച് സന്തോഷിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് സഭായോഗം അവസാനിപ്പിക്കും. എൻ യേശുവല്ല ദില്ലേനിക്കോരാശ്രയം ഭൂവിൽ നിന്മാറിലല്ല ദില്ലേനിക്കു വിശ്രാമം വേവേ നീ പാരിലും പാരത്തിലും
യേശുവല്ലാതെ ഈ ഭൂമിയിൽ നമുക്കൊരാശ്രയം ഇല്ല. യേശുവല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് വേറൊരു ആശ്രയം ആവശ്യമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നാം നിൽക്കുമ്പോൾ, യേശുവിൽ നാം ആശ്രയിക്കുമ്പോൾ, നാം പാടിയതുപോലെ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി മാറിപ്പോകുന്ന ആ നാമത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ക്ഷീണിത രോഗത്തിൽ നമുക്ക് ആ വിടുതലുണ്ട്, നമുക്ക് ആശ്വാസമുണ്ട്. നാം തളർന്നു പോകുവാൻ ഒരിക്കലും ഇടയാകുകയില്ല. പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ഐ എം ഗോയിങ് ടു പ്രേ ഫോർ സജി ബ്രദർ. കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചപ്പോൾ he was having some problem. ഇന്ന് നാം ഒരുമിച്ച് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ ആണിപ്പഴുതുള്ള കരം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സഭയായി പ്രിയ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്ന ഒരു പൂർണ്ണ വിടുതലിനാണ്, ഒരു ഭാഗികമായ വിടുതലിന് വേണ്ടിയിട്ടല്ല. നാം പൂർണ്ണമായ വിടുതലിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അവിടുത്തെ തിരുനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രിയ സജിബ്രദറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾക്ക് ആശ്രയം ദൈവം മാത്രമാണ്. ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നത് യേശു മാത്രമാണ്. കർത്താവേ, യേശു തൊട്ടിട്ടുള്ളവരെല്ലാം സൗഖ്യമായിട്ടുണ്ട്. അവിടുന്ന് വാക്കുകൾ കൽപ്പിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ പ്രകൃതി അനുസരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുകരം തന്നെ തൊട്ട് അത്ഭുതകരമായി വിടുവിക്കണമേ. ഭാഗികമായ സൗഖ്യമല്ല കർത്താവേ, പൂർണ്ണ സൗഖ്യം നിന്റെ മകന് നൽകുവാൻ ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടുകൂടി സഭയായി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മകനെ തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം സ്പർശിച്ചതിനായി സ്തോത്രം, അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഈ പ്രദേശത്ത് ഒരു അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കണമേ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നു എന്ന് പറയുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയാച്ചാൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. Praise you, Jesus. Hallelujah. Yes. Yes. Glory to God. Hallelujah. Yes, yes, Lord. Hallelujah. In the name of Jesus. Praise you, God. Hallelujah. Glory, 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 glory. Yes, Lord. Amen. Praise you, Jesus. Yes. Yes. Hallelujah. Yes. Yes. Hallelujah. Praise God. Hallelujah. Yes, Lord. Amen. Yes, Lord. Praise you, Jesus. Amen. Amen. Amen.
അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാറ് യഹോവായി മനസ്സലിവുടയ മകോന്നത പരലി വന്ദനം നിനക്കാമി മനസ്സലിവുടയ മകോന്നത പരലി വന്ദനം നിനക്കാമി. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Before Brother James